അസ്സലാമു അലൈക്കും. ഇന്ന് റബീഉൽ അവ്വൽ 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1500-ാം ജന്മദിനമാണ് ഇന്ന്. ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണിന്ന്. അല്ലെങ്കിലും ഹൃദയാന്തരങ്ങളിൽ ഒരല്പമെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹമുള്ളവർക്ക് എങ്ങനെയാണ് ഈ ഒരു ദിവസം സന്തോഷ പ്രകടനങ്ങൾ കാഴ്ചവെക്കാതിരിക്കാൻ സാധിക്കുക? ചില ആളുകളുടെ ഒരു സംശയം, റബീഉൽ അവ്വൽ 12 എന്ന് പറയുന്നത് നബി തങ്ങളുടെ ജനനത്തിൻ്റെ ദിവസം മാത്രമല്ല, മറിച്ച് അവിടുത്തെ വിയോഗത്തിൻ്റെ ദിവസവും ഇതേ ദിവസം തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് സുന്നികൾ ഈ ഒരു ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനന ദിവസം സന്തോഷം പ്രകടിപ്പിക്കുകയും അവിടുത്തെ വഫാത്തിൻ്റെ ദിവസത്തിൽ ദുഃഖപ്രകടനങ്ങൾ കാഴ്ചവെക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ചില ആളുകളുടെ ചോദ്യം. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലോകപ്രശസ്ത പണ്ഡിതനായ അൽ-ഹാഫിള് അസ്സുയൂത്തി റഹിമഹുല്ല അവിടുത്തെ അൽ-ഹാവിലിൽ ഫതാവ എന്ന് പറയുന്ന ലോകപ്രശസ്ത ഗ്രന്ഥത്തിൽ ഇതിനുള്ള മറുപടി പറഞ്ഞു വെക്കുന്നുണ്ട്. അവിടുന്ന് പറയുന്നത് ഇങ്ങനെയാണ്: നമുക്ക് വലിയ ഒരു റഹ്മത്ത് കിട്ടുന്ന സന്ദർഭങ്ങളിൽ നമ്മളതിന് സന്തോഷിക്കുക എന്നുള്ളതാണ് ശർഅ് നമ്മെ പഠിപ്പിക്കുന്ന കാര്യം. വലിയ മുസീബത്ത് സംഭവിക്കുന്ന സമയത്ത് നമ്മൾ അതിൽ ദുഃഖപ്രകടനങ്ങൾ കാഴ്ചവെക്കരുത് എന്നുള്ളതുമാണ് ശർഅ് നമ്മോട് കൽപ്പിക്കുന്നത്. നിങ്ങൾ നോക്കുക, ഒരു കുട്ടി ജനിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ആ കുട്ടിയുടെ ജനനത്തിൻ്റെ ഒരു സന്തോഷ പ്രകടന നിലക്ക് നമ്മോട് അക്കീക്കത്ത് ഇറക്കാൻ ശർഅ് നമ്മോട് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ ആരെങ്കിലും മരിക്കുന്ന സമയത്ത് ആ മരിച്ചതിൻ്റെ കാരണമായിട്ട് ഒരു ദുഃഖപ്രകടനം എന്ന നിലക്ക് നമ്മോട് അക്കീക്കത്ത് ഇറക്കാൻ ഒരിക്കലും കൽപ്പിക്കുന്നില്ല. ഇത് ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും മാത്രം കാര്യമല്ല. ഏതൊരു റഹ്മത്തിൻ്റെയും ഏതൊരു മുസീബത്തിൻ്റെയും അവസരത്തിൽ നമ്മൾ ചെയ്യേണ്ട നിലപാട് ഇതാണ് എന്ന് ശർഅ് മൊത്തം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഇനി നിങ്ങൾ നോക്കുക, ഈ റബീഉൽ അവ്വലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനവും അതേപോലെ വഫാത്തും ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ എന്ത് നിലപാടാണ് എടുക്കേണ്ടത്? നമ്മൾ ശർഇലേക്കാണ് നോക്കേണ്ടത്. ശർഅ് നമ്മെ പഠിപ്പിച്ചത് ആ റഹ്മത്തിൻ്റെ പേരിൽ നമ്മൾ സന്തോഷിക്കണമെന്നും അതേസമയം അത്തരം മുസീബത്തുകളുടെ പേരിൽ നമ്മൾ ദുഃഖപ്രകടനങ്ങൾ കാഴ്ചവെക്കരുത് എന്നുള്ളതുമാണ്. നമുക്ക് ഇബ്നു റജബ് റഹിമഹുല്ല അവിടുത്തെ ലോകപ്രശസ്ത ഗ്രന്ഥമായ ലതായിഫിൽ പറയുന്ന മറ്റൊരു കാര്യം നമുക്ക് കാണാം. റാഫിളത്തിനെ ആക്ഷേപിക്കുന്ന ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞു വെക്കുന്നത്. എന്തുകൊണ്ടാണ് റാഫിളത്തിനെ നമ്മൾ ആക്ഷേപിക്കുന്നത്? അവർ ആശുറായിനെ വലിയ ദുഃഖപ്രകടനത്തിൻ്റെ ഒരു മാസമായി കാണുകയാണ്. എന്തുകൊണ്ടാണ്? ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വിയോഗം ആ ഒരു മാസത്തിലാണ് സംഭവിച്ചത് എന്ന് നിൽക്കാണ്. അപ്പോൾ നമുക്ക് ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞതിൻ്റെ ആകത്തുക ഇങ്ങനെയാണ്: നമ്മൾ വലിയ റഹ്മത്ത് ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ആ റഹ്മത്തിൻ്റെ പേരിൽ ശുക്ർ പ്രകടിപ്പിക്കുകയും സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ശർഅ് കൽപ്പിക്കുന്നത്. അതേസമയം വലിയ മുസീബത്തുകൾ സംഭവിക്കുമ്പോൾ അതിൽ ക്ഷമ കൈക്കൊണ്ടുകൊണ്ട് അതിൽ ദുഃഖപ്രകടനങ്ങൾ കാഴ്ചവെക്കരുത് എന്നുള്ളതുമാണ് നമ്മുടെ ശർഅ് കൽപ്പിക്കുന്നത്. അതാണ് നമ്മൾ റബീഉൽ അവ്വലിൽ ചെയ്യുന്നത്. നമുക്ക് ഈ റബീഉൽ അവ്വലിലെ വളരെ മനോഹരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തെ ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.